ഇടുക്കിയിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവ് ലംഘിച്ച് സീപ്പ് ലൈനിന്റെ പ്രവർത്തനത്തിൽ ക്രിമിനൽ കേസെടുക്കാൻ കലക്ടർ നിർദ്ദേശിച്ചു. മണി MLA സഹോദരൻ ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള സിപ്പ് ലൈനാണ് അനധികൃതമായി തുറന്നത്. പോലീസ് അന്വേഷണത്തിന് ശേഷം പിഴ ചുമത്തുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. സാഹസിക വിനോദ കേന്ദ്രങ്ങൾക്കുള്ള നിരോധനം ഇനി അറിയിപ്പുണ്ടാകും വരെ തുടരുമെന്നും കലക്ടർ അറിയിച്ചു. ഇപ്പോൾ അത് DM ആക്ടിൻ്റെ വയലേഷനാണ്. DM ആക്ടിൻ്റെ വയലേഷൻ ആകുമ്പോൾ അവർക്കെതിരായിട്ട് കേസെടുക്കും. ആ കേസ് എടുത്തിട്ട് പോലീസ് അന്വേഷിച്ചിട്ട് അതിനെ നമുക്ക് ഫൈൻ ഓർ ഇംപ്രിസൺമെൻറ്റ് ആയിരിക്കും അത് ചെയ്യുന്നത്. അതിൻ്റെ നടപടി നമ്മൾ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അതുമായിട്ടുള്ള നടപടി എടുക്കും. സോ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. അതിൽ നമ്മൾ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ആണുള്ളത്. അവരാണ് ഈ പഠനം നടത്തിയിട്ട് ലൈസൻസസ് കൊടുക്കുന്നത്. സോ അവർക്കും നമ്മൾ ഇതിനെ വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് അവരുടെ ഒരു സജഷൻ അഡ്വൈസും കൂടി കൊടുക്കാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുക്കും. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, ഇപ്പോൾ ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള സിപ്പ് ലൈനെതിരെയാണ് ഇപ്പോൾ കേസെടുക്കാൻ പോകുന്നത്. എന്താണ് അവരുടെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്? ഉത്തരവ് ലംഘിച്ചുകൊണ്ടുള്ള നടപടി എങ്ങനെയാണ് അവർ ന്യായീകരിക്കുന്നത്? സ്മൃതി, മണി MLA സഹോദരനായിട്ടുള്ള ലംബോദരന്റെ നേതൃത്വത്തിലുള്ള സിപ്പ് ലൈൻ കേന്ദ്രമാണ് ഈ വിലക്ക് ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടറായിട്ടുള്ള വി വിഘ്നേശ്വരിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് ആ കേന്ദ്രത്തിനെതിരെ ക്രിമിനൽ കേസ് പ്രകാരം കേസെടുക്കുമെന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ദുരന്ത നിവാരണ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചതെന്നും ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കുന്നു. പോലീസ് അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് ശേഷം പിഴ ചുമത്തുന്നതിലും ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു പ്രതികരണം. അതേസമയം ഈ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ നിയന്ത്രണങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിലും ജലവിനോദങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്നും നിലവിൽ ഇതിൽ ഉത്തരവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ടായിരുന്നു ഈ ഇരുട്ടുകാലത്തെ ഹൈറേഞ്ച് സിപ്പ് ലൈൻ കേന്ദ്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ തന്നെ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ഇതിൽ ഒരു നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും സിപ്പ് ലൈനിന്റെ പ്രവർത്തനം ഇതിനോടകം തന്നെ നിർത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെയും ആനച്ചാലിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ വിലക്ക് ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു. ആ സമയത്തും ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. പക്ഷേ ഹൈറേഞ്ച് സിപ്പ് ലൈൻ കേന്ദ്രത്തിനെതിരെ ഒരു നടപടി എടുക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. എന്തായാലും വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. തുടർ നടപടികൾ പോലീസ് അന്വേഷണത്തിന് ശേഷമായിരിക്കും ഉണ്ടാകാൻ പോവുകയെന്നും. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.